ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സരയു രാഹുലിനോട് പറയുക, എന്തായാലും അവൾ മരിച്ചാൽ മാത്രമല്ല, അവൻ മരിച്ചാലും താര മരിച്ചാലും നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എല്ലാ കുറ്റവും, എന്നിട്ട് ജയിലിലും പോയി കിടക്കണം. നിങ്ങളെ ഇനി ഈ കുടുംബത്തിന് ആവശ്യമില്ല, അതുകൊണ്ട് അത് തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സരയു അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ ഷാരി ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുക. എന്ത് ചെയ്യുമെന്നറിയില്ല. മനോഹറിനെ കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 1000 നാവാ. നിങ്ങൾ മനോഹറിനെ കുറ്റം പറയുന്നതാ അവൾക്ക് നിങ്ങളോടുള്ള വെറുപ്പ് കൂടിയത്. അതുകൊണ്ട് സൂക്ഷിക്കണം. പക്ഷേ നമ്മുടെ മോള് മനോഹർ ഒരു ചതിയനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അലയും, ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മോളുടെ സങ്കടം കണ്ട് സന്തോഷിക്കാനാണ് അപ്പുറത്തുള്ളവർ കാത്തിരിക്കുന്നത്. കിരണ്ണും കല്യാണിക്കും നമ്മുടെ മോളുടെ ജീവിതം തകരുന്നത് കണ്ട് സന്തോഷിക്കണം. അതിനു വേണ്ടി അവരൊരുപാട് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മനോഹരെ പറ്റി അവർക്ക് നേരത്തെ അറിയാം. അവരൊക്കെ ഒന്ന് വിചാരിച്ചാൽ മനോഹറിനെ തല്ലി ഒതുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും കിരൺ അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ മോളുടെ തകർച്ച കാണാൻ തന്നെ കാത്തിരിക്കുക അവർ. അതെനിക്ക് നന്നായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെ ഷാരി പറയാണ്. എന്തു ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കിരണിനെ നമ്മുടെ മോൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനും പറ്റില്ല. മനോഹറെ ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ കിരണിനെയും സരയുവിനെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. നമ്മുടെ മോളുടെ ജീവിതം ഒരു നിലയിലെത്തിച്ചിട്ട് മരിച്ചാലും കുഴപ്പമില്ല എന്നും പറയാണ്. അത് കേട്ടതും ഷാരി, ആ വീട്ടിലൊരു കൂട്ടമരണം നടക്കണം. കല്യാണി, അവളുടെ അമ്മ, ആ കുഞ്ഞ്, താര, അങ്ങനെ എല്ലാവരും മരിക്കണം. ആ കൂട്ടമരണത്തിൽ എല്ലാം കണ്ട് ഷോക്കായി കിരൺ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടി എൻ്റെ കാത്തിരിപ്പ് എന്നൊക്കെ ഷാരി പറയാണ്. ഇത് കേട്ടത് രാഹുലും കടുത്ത തീരുമാനം എടുക്കുക. പിന്നീട് കിരണും കല്യാണിയും നമ്മുടെ ദീപയും താരയും കൂടെ ഇറങ്ങാൻ വേണ്ടി വാതിക്കൽ നിൽക്കുക. അപ്പോൾ സരയും ഷാരിയൊക്കെ അവിടെ വാതിക്കൽ നിൽക്കുന്നത് കാണുക. ഓ, നമ്മളൊരു നല്ല കാര്യത്തിന് പോവുക. ആ സമയത്ത് ആരെയാണോ കാണണ്ടെന്ന് വിചാരിച്ചത് അവർ തന്നെ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ മോനെ. എന്ത് ചെയ്യാനാ അമ്മേ, നമ്മൾ എവിടെ പോയാലും നമുക്ക് നല്ലത് വരരുതെന്ന് പ്രാർത്ഥിക്കുന്നവരാ അവരൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ മൈൻഡ് ചെയ്യണ്ട, അങ്ങ് പോകാം എന്നും പറയുക. അങ്ങനെ കാറിൽ കയറി അവർ പോവുകയാണ്. കാറിൽ കയറി അവർ പോയി കഴിഞ്ഞതും നമ്മുടെ സരയുവാണെങ്കിൽ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് ചെല്ലുക. ഈ സമയം ഷാരി അങ്ങോട്ട് ചെല്ലുക. എന്താ മോളെ, എന്തു പറ്റി? അവൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോവുക. പൊയ്ക്കോട്ടെ, പക്ഷേ ഇന്ന് അവൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ ഇതേ ദിവസം ഇതേ സമയം അടുത്ത വർഷം അവൻ്റെ ചരമദിനം ആഘോഷിക്കും. അത് ഉറപ്പാ അമ്മേ എന്നും പറയണം. അത് കേട്ടത് മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നേ? അതെ അമ്മേ, അവനെ ഞാൻ കൊല്ലും. അവനെ കൊല്ലാൻ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം സന്തോഷവും ദുഃഖവും എല്ലാം ഒരുമിച്ച് വരുന്ന ദിവസമായിരിക്കും കല്യാണിക്ക്. കല്യാണി തകർന്ന് തരിപ്പണമാകുന്നത് എനിക്ക് കാണണം. അവൾ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാനോ ചിരിക്കാനോ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചത്. വിധവയായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. ഇത്രയും നാളും അഹങ്കരിച്ചില്ലേ? കിരൺ എന്ന് പറയുന്നവൻ കൂടെ ഉള്ളതുകൊണ്ട് ഇനി അവൻ അവളുടെ കൂടെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സര ഇങ്ങനെ നിൽക്കുക. ഈശ്വര, അങ്ങനെ ചെയ്താ എൻ്റെ മോളുടെ ജീവിതം തന്നെയാണ് നഷ്ടത്തിലാവാൻ പോകുന്നത്, വഴിയരികിലാവുന്നത്. എന്തു ചെയ്യും? ഇവളെ എങ്ങനെ തടയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ നിൽക്കുക. അമ്മ എന്താ ആലോചിക്കുന്നേ? വേണ്ട മോളെ, കിരണിനെ ഒന്നും ചെയ്യണ്ട. എന്തൊക്കെയായാലും അവൻ നമ്മുടെ കുടുംബത്തിലല്ലേ. രൂപ നിൻ്റെ ആൻറ്റി അല്ലേ, നിന്നെ ഒരുപാട് സ്നേഹിച്ച ആളല്ലേ. ഇപ്പം അവർക്കും എന്നോട് സ്നേഹമൊന്നുമില്ല. ആ കല്യാണിയോടാണ് അവർക്ക് സ്നേഹമെന്ന് എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കിരൺ മരിക്കട്ടെ, അവൻ മരിച്ച കല്യാണി കരയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു ഇങ്ങനെ പല്ലും കടിച്ചു പിടിച്ച് നിൽക്കുക. ഈശ്വര, ഇതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റും. മനോഹർ ഇട്ടേച്ചു പോയാൽ എൻ്റെ മോൾക്കൊരു ജീവിതം കൊടുക്കാനുള്ള ആളാണ് കിരൺ. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ അവൻ മരിക്കുന്നത്? ഇല്ല, അവൻ മരിക്കാൻ പാടില്ല. അവൻ മരിച്ചാൽ ശരിയാകില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് വിക്രത്തെയും കിരണിനെയും ഒക്കെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഭയങ്കര ത്രില്ലോടുകൂടെ നിൽക്കുക. ഇന്നെന്തായാലും കിരണിൻ്റെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ നമ്മൾ കോളമാക്കും മോനെ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നും പറയുക. അങ്ങനെ അവർ നേരെ വെച്ച് പിടിക്കുക. അവിടെ എത്തിയതും മൂങ്ങ അവിടെ ഉണ്ടായിരുന്നു. മൂങ്ങ നിൽക്കുന്നുണ്ടപ്പോൾ ദേ അമ്മേ എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷം? നീ എന്നോട് എന്തിനാ വിശേഷം ചോദിക്കാൻ വന്നേ? എന്നോടൊരു വിശേഷം നീ ചോദിക്കണ്ട, മര്യാദയ്ക്ക് പൊയ്ക്കോ എന്നും പറയാ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ?
അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാം. അങ്ങനെയുള്ളപ്പോൾ അമ്മ ഇതാക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? അമ്മയെ ഇവിടെ ആക്കേണ്ടി വന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. വേണ്ടടാ, നീയൊക്കെ ഒന്നും പറയണ്ട. നിന്റെ അവസ്ഥ എനിക്കറിയാം. നീ ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ നീ ഹോസ്പിറ്റലിലായ സമയത്ത് പൈസ ഇല്ലാതെ എത്ര പേരുടെ അടുത്ത് ഞാൻ ഭിക്ഷ യാചിച്ചു. അപ്പോഴും ഇവനൊന്നും വന്നില്ലല്ലോ. എന്നിട്ടും ഇപ്പം അന്വേഷിച്ച് വന്നിരിക്കുക. ഇത്രയും നാളും എവിടെയായിരുന്നടാ നീ എന്നും ചോദിക്കുക. അമ്മമ്മേ, അത് പിന്നെ ഞാൻ ആകെ കഷ്ടപ്പെട്ട അമ്മമ്മേ നടന്നിരുന്നത്. കയ്യിൽ പൈസ ഇല്ലാതെ അമ്മമ്മ ഭിക്ഷ യാചിക്കുമ്പോൾ ഞാൻ അമ്മമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ എനിക്കൊരു മനസ്സും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മമ്മ ഞാൻ അങ്ങനെയൊക്കെ മാറി നിന്നത്. അമ്മമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മമ്മ എന്നെ വെറുത്താൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ വെറുത്താൽ ഞാൻ സഹിക്കും. പക്ഷെ അമ്മമ്മ എന്നെ വെറുക്കരുത് പ്ലീസ് അമ്മമ്മ. വേണ്ട, ഒരക്ഷരം നീ മിണ്ടിപ്പോരുത്. മര്യാദയ്ക്ക് പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് എന്നും മൂങ്ങ. അത് കേട്ടതും പ്രകാശൻ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് അമ്മയുടെ പുന്നാര പേരക്കുട്ടിയല്ലേ? അതെ, പുന്നാര പേരക്കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല. ഇപ്പം എനിക്കിങ്ങനെ ഒരു പേരക്കുട്ടിയേ ഇല്ല. ഞാനിപ്പോൾ എന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് തന്നെ ഇപ്പോൾ ദേഷ്യം വരിക. കാരണം അർഹതയില്ലാത്തവനെയാണ് ഞാൻ സ്നേഹിച്ചത്. അർഹിച്ചവർക്ക് ഞാൻ ആ സ്നേഹം കൊടുത്തിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ സായാഹ്നത്തിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നടാ. അതുകൊണ്ട് പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അമ്മേ, ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അമ്മയെ പോലെ തന്നെ ഞങ്ങളും അവളോട് ക്ഷമിക്കാനാണ് വന്നത്. അത് കേട്ടതും അത് ഈ ജന്മം നടക്കില്ല എന്ന് എനിക്കറിയാം പ്രകാശ. നിന്നെ പ്രസവിച്ചതേ ഞാനാ, അല്ലാതെ എന്നെ പ്രസവിച്ചത് നീയല്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് നീ എന്തിനാ വന്നിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെയൊന്നും ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. കല്യാണി മോൾക്കോ കിരൺ മോനോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പിന്നെ നിനക്ക് ജന്മം തന്നതിന് നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും. മര്യാദയ്ക്ക് പൊയ്ക്കോ. ഇപ്പോഴാ സമാധാനവും സ്നേഹവും എന്താണെന്നറിഞ്ഞ് ഞാൻ ജീവിക്കുന്നത്. അതിനിടയിലേക്ക് തലയിട്ട് നോക്കാൻ വരണ്ട നിങ്ങൾ. എങ്ങനെയെങ്കിലും ജീവിച്ചോ എന്ന് മൂങ്ങ പറയുക. ഇത് കേട്ടതും, അമ്മേ, ഞങ്ങൾ പറയുന്ന സത്യ. അമ്മയുടെ കാല് ഞാൻ പിടിക്കാം. വേണമെങ്കിൽ ദീപയുടെയും കല്യാണിയുടെയും കാല് ഞാൻ പിടിക്കാം. അത് കേട്ടതും വിക്രത്തിന് ചിരി വരിക. വേണ്ടടാ, നീ അവരുടെ കാല് പിടിക്കുന്നത് പോലെ അഭിനയിച്ച് അവരെ കാലേ വാരി നിലത്തടിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ പ്രസവിച്ചത് ഞാനായതുകൊണ്ട് നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട, മനസ്സിലായല്ലോ എന്നും നമ്മുടെ മൂങ്ങ. അത് കേട്ടതും പ്രകാശൻ വിക്രത്തെ നോക്കുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിതാക്കാച്ച എന്നും ആംഗ്യ ഭാഷയിൽ വിക്രം കാണിക്കുക. അത് മൂങ്ങയുടെ കണ്ണിൽ പെടുകയാണ്. മൂങ്ങയ്ക്ക് കാര്യം പിടികിട്ടി. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ഇവരിവിടെ നിന്ന ആപത്താണ്. എങ്ങനെയെങ്കിലും കല്യാണി മോൾക്കും കിരൺ മോനും എന്തെങ്കിലും ആപത്ത് ഇവർ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് ഇവരെ ഇവിടെ നാട്ടിൽ പായിക്കണം. 2 എണ്ണം പുറത്തു പോകാനാ പറഞ്ഞത്. ഇല്ല അമ്മമ്മേ, അത് പിന്നെ ഞങ്ങൾ മര്യാദയ്ക്ക് പുറത്തു പോയിക്കോ. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ മൂങ്ങയുടെ മുന്നിൽ അഭിനയിക്കുക. ശരി, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങളവിടെ മാറി നിൽക്കാം, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും വിക്രമും മൂങ്ങയുടെ മുന്നിൽ തന്നെ അങ്ങോട്ട് മാറി നിൽക്കുക. ഈ സമയമാണെങ്കിൽ മൂങ്ങ ഇവരുടെ മനസ്സിൽ എന്തോ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 എണ്ണവും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഈ ജന്മത്ത് മാറാത്തവനാണ് പ്രകാശൻ. പെൺമക്കളെ സ്നേഹിക്കില്ല എന്ന് ശപഥമെടുത്തവൻ. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവനെ വിശ്വസിക്കാൻ പാടില്ല. സ്നേഹം കാണിച്ച് എൻ്റെ കൊച്ചുമോക്ക് വിഷം കൊടുക്കുവൻ. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഒന്നുമില്ലാതെ വന്നപ്പോൾ അഭയം തന്നവളാ എൻ്റെ കൊച്ചുമോള്. അങ്ങനെയുള്ള എൻ്റെ കൊച്ചുമോൾക്ക് ജീവൻ കൊടുത്താണെങ്കിലും ഞാൻ അവളെ രക്ഷിക്കും. ഇതെൻ്റെ തീരുമാനമാണ് എന്നും ആലോചിച്ചുകൊണ്ട് മൂങ്ങ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം കല്യാണിയും കിരണും ദീപയും പിന്നെ താരയും എത്തുകയാണ്. അവർ 4 പേരും എത്തിയതും പ്രകാശനും വിക്രമും അവിടെ നിൽക്കുന്നത് കണ്ട് അവരാദ്യം ഒന്ന് ഞെട്ടി. എന്നിട്ട് ഇവരെന്തിനാ ഇവിടെ വന്നത്? അർഹിക്കാത്തടുത്ത് ഇവർ വരേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ആരെങ്കിലും വിളിച്ചായിരുന്നോ എന്നും ചോദിക്കുകയാണ്. വിളിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായി. ഒരുപാട് തെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ആ തെറ്റൊക്കെ മറന്ന് നല്ല രീതിയിൽ തന്നെ ജീവിക്കാനാ തീരുമാനം. അത് കേട്ടതും ദീപ, വേണ്ട, ഇവരെ വിശ്വസിക്കരുത് മോനെ. പഠിച്ച കള്ളന്മാരാ 2 എണ്ണവും. അച്ഛനും കണക്കാ, മോനും കണക്കാ. അതുകൊണ്ട് ഇവരെ വിശ്വസിച്ച് ഇവരോട് ക്ഷമിക്കണ്ട. മോളെ കല്യാണി, ഇവനെ പ്രസവിച്ചത് ഞാനാ. അതുകൊണ്ട് ഇവൻ്റെ വാക്കുകൾ ഒരിക്കലും നല്ല വാക്കുകളായിരിക്കില്ല, വിഷവാക്കുകളായിരിക്കും. ഇവൻ്റെ ഓരോ വാക്കിലും വിഷം നിറഞ്ഞിട്ടുണ്ടാവും. സൂക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ദീപയും എതിർക്കുകയാണ്. എന്നെ വിശ്വസിക്കു ദീപേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. സത്യം പറഞ്ഞാൽ ചെയ്ത തെറ്റൊക്കെ ഓർത്ത് ഇപ്പം കരയുക, പശ്ചാത്താപിക്കുക എന്നും പറയുകയാണ്. അത് കേട്ടതും, അങ്ങനെ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപിക്കുന്നുണ്ടെങ്കിൽ അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങുക, അല്ലാതെ വരേണ്ടത് ഈ സായാഹ്നത്തിലോട്ടല്ല, പൊയ്ക്കോ എന്നും പറഞ്ഞ് ദീപ ആട്ടിപ്പായിക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങളിവിടെ നിന്നോളാം എന്നും പറഞ്ഞുകൊണ്ട്
പ്രകാശനും വിക്രമും അവിടെ നിൽക്കുക. ഈ സമയം ഡാ പോടാ മര്യാദയ്ക്ക് എന്നും പറഞ്ഞ് കിരൺ പേടിപ്പിക്കുന്നുണ്ട്. കിരണേട്ടാ ഞാൻ ഇവിടെ നിന്നോളാം കിരണേട്ടാ, എനിക്ക് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് സങ്കടമൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചതാ, അതുകൊണ്ട് നിങ്ങൾ അകത്ത് കയറ്റില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. സാരമില്ല, കിരണേട്ടൻ്റെ പിറന്നാൾ ആഘോഷം ഇവിടെ നിന്ന് കണ്ടോളാം എന്നൊക്കെ. കല്യാണിയും നമ്മുടെ താരയും ദീപയും കൂടെ അങ്ങോട്ട് പോവുക. അപ്പം മൂങ്ങ മക്കളെ അവരെ വിശ്വസിക്കരുത്, എന്തോ കാര്യം മനസ്സിലിട്ടോണ്ടാണ് രണ്ടും വന്നിരിക്കുന്നത്. എന്തായാലും അവരുടെ സ്നേഹപ്രകടനം എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. ദേ എന്തൊക്കെയായാലും ഇനി എൻ്റെ കല്യാണി മോൾക്കും മോനും ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ടതും കിരൺ അപ്പോൾ അമ്മമ്മ മാറിയെന്നൊക്കെ പറഞ്ഞത് സത്യമാണല്ലേ? അതെന്താ മോനെ അങ്ങനെ ചോദിച്ചത്? എന്തായാലും 7 അയൽവക്കത്ത് അടുപ്പിക്കണ്ട മക്കളെ എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ ഇങ്ങനെ ഇതാക്കുക. ശരി എന്നാ പിന്നെ അമ്മമ്മ വാ എന്നും പറഞ്ഞ് അമ്മമ്മയും വിളിച്ചുകൊണ്ട് കിരണും കല്യാണിയും അങ്ങ് പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കിരണിനെയും കല്യാണിയും സ്വീകരിക്കുക. ഇന്ന് സാറിൻ്റെ ബർത്ത്ഡേയാ, എല്ലാവരും ഒന്ന് വിഷ് ചെയ്തേ, എല്ലാവരുടെ അനുഗ്രഹം എനിക്ക് വേണം എന്നും പറഞ്ഞ് കിരൺ എല്ലാ അമ്മമാരോടും അനുഗ്രഹം മേടിക്കുകയാണ്. അവിടുത്തെ എല്ലാ അമ്മമാരും അച്ഛന്മാരും കിരണിനെ അനുഗ്രഹിച്ചു. ഈ സമയം വിക്രം പ്രകാശനോട് അച്ഛാ എന്തായാലും നമ്മളെ അവർ വിശ്വസിച്ചിട്ടില്ല. അതെ വിശ്വസിക്കില്ലല്ലോ, അത്രയ്ക്ക് ദ്രോഹമല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. അവരാണ് നമ്മളോട് ദ്രോഹം ചെയ്തത്, എന്നിട്ട് നമ്മൾ ദ്രോഹം ചെയ്തതുപോലെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. കാണിക്കട്ടെ അച്ഛാ, കുറച്ചു നേരം മാത്രമേ ഉള്ളൂ. പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് അവൻ മരിച്ചു വീഴുന്നതും കൂടെ കാണാം. പിറന്നാളും മരണനാളും ഒരേ ദിവസം. എന്തായാലും ചരമദിനവും ജന്മദിനവും ഒരുമിച്ച് ആഘോഷിക്കാം. അതൊരു ഭാഗ്യമല്ല അച്ഛാ എന്നൊക്കെ പറയാ. അതെ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആ കല്യാണി അവൾ കരയണം. കിരൺ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ അരികിലിരുന്ന് ചങ്കത്തടിച്ച് അവൾ കരയണം. അത് കണ്ട് എനിക്ക് കാണണം, എനിക്ക് ആസ്വദിക്കണം. എന്നാലും പുറത്ത് കരയുന്നത് പോലെ അഭിനയിച്ചാലും ഉള്ളിൽ ഞാൻ ചിരിക്കും, പൊട്ടിച്ചിരിക്കും, മനസ്സ് തുറന്ന് ചിരിക്കും എന്നും പ്രകാശൻ പറയാണ്. ഇത് കേട്ടതും വിക്രമും ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുക. ഈ സമയം എല്ലാവരും കൂടുവാണ്. എന്നാൽ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ അല്ലേ? കട്ട് ചെയ്യാം സാർ എന്നും പറഞ്ഞ് വാർഡൻ. അത് കേട്ടതും എല്ലാവരും ചുറ്റും നിൽക്കുക. അപ്പം മൂങ്ങ അവിടെ അന്തേവാസികളോടൊപ്പം നിൽക്കുകയാണ്. അമ്മമ്മ മേലേക്ക് കയറി വാ എന്നും കിരൺ. അത് കേട്ടതും വേണ്ട മക്കളെ, അമ്മമ്മ ഇവിടെ നിന്നോളാം, ഇവരെ പോലെ തന്നെ ഞാനും ഇവിടുത്തെ അന്തേവാസിയല്ലേ എന്നും മൂങ്ങ പറയുക. അമ്മമ്മ ഇവിടുത്തെ അന്തേവാസി തന്നെയാണ്, പക്ഷേ ബന്ധം അങ്ങനെയല്ലല്ലോ. ദേ അമ്മമ്മയുടെ കൊച്ചുമോളും കൊച്ചുമോനുമാ, അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വാ എന്നും പറയുകയാണ്. അപ്പോൾ ദീപ അതെ കയറി വാ, ഇപ്പോൾ ഈ സ്നേഹം കിട്ടാൻ നിങ്ങൾ അറിയിക്കുന്നുണ്ട്, അതുകൊണ്ട് കയറി വാ. അപ്പോൾ മൂങ്ങ പതുക്കെ കയറി വന്നതും മൂങ്ങയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കിരൺ കണ്ടു. എന്തിനാ കരയണേ? സഹിക്കാൻ പറ്റുന്നില്ല മോനെ, സത്യം പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്തത് ഇതുപോലുള്ള സ്നേഹമാണ്. ഇത്രയും നല്ല സ്നേഹിക്കുന്ന മക്കളെ തള്ളി നിർത്തിയിട്ട് ഞാൻ വിഷജന്തുക്കളെ സ്നേഹിച്ചു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതിന് ദൈവം എന്ത് ശിക്ഷ തന്നാലും ഞാൻ ഏറ്റുവാങ്ങും. ഇനി അമ്മമ്മയ്ക്ക് ഒരു ശിക്ഷയും കിട്ടിക്കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി അമ്മമ്മയ്ക്ക് നല്ല ദിവസങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കിരൺ മൂങ്ങയെ ചേർത്ത് പിടിക്കുക. ഈ സമയം മൂങ്ങയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ദീപയുടെയും കല്യാണിയുടെയും ഒക്കെ കണ്ണ് നിറഞ്ഞു. അവിടെ ചുറ്റും നിന്നിരുന്ന അന്തേവാസികളുടെ കണ്ണ് നിറഞ്ഞു. ഈ സമയമാണെങ്കിൽ കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിയൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. കിരൺ കല്യാണിക്കും വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അടുത്തത് കിരൺ കേക്ക് എടുത്തുകൊണ്ട് മൂങ്ങയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ മൂങ്ങ മോനെ എന്നാ അമ്മമ്മ മേടിക്കേ എന്നും പറഞ്ഞ് അമ്മമ്മയ്ക്ക് കൊടുക്കുവാണ്. അമ്മമ്മ കേക്കിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കിരണിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. കിരൺ അമ്മമ്മയുടെ വായിലും സങ്കടം സഹിക്കാനായില്ല. മൂങ്ങ പൊട്ടിക്കരഞ്ഞു. കരയണ്ട അമ്മമ്മ, കരയണ്ട, ഇനി എന്നും ഞങ്ങളുണ്ടാവും കൂടെ, ഒരാപത്ത് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും കിരൺ മൂങ്ങയ്ക്ക് വാക്ക് കൊടുക്കുക. മതി മക്കളെ, അമ്മമ്മയ്ക്ക് ഇത്രയും മതി, ഇനി ഇതിനേക്കാൾ കൂടുതൽ അമ്മമ്മയ്ക്ക് എന്ത് വേണം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ കണ്ണുനീർ തുടച്ച് കേക്ക് കഴിക്കുവാണ്. ഈ സമയമാണെങ്കിൽ ദീപയ്ക്കും താരയ്ക്കും ഒക്കെ കൊടുക്കണം. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിച്ചു. എല്ലാവരും സാറിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. അത് പിന്നെ പ്രത്യേകം പറയണോ? ഊണിലും ഉറക്കത്തിലും എല്ലാം ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കിരൺ സാറിനും കല്യാണി മാഡത്തിനും വേണ്ടിയുള്ളതായിരിക്കും എന്നും ആ അമ്മമാരും അച്ഛന്മാരും അവിടെ നിന്ന് പറയുക. ഇതൊക്കെ കേട്ടതും അവർക്ക് ഒരുപാട് സന്തോഷമായി. ഇതേ സമയം സരയു ഭയങ്കര വെറി പിടിച്ച മൃഗത്തെ പോലെ നിൽക്കുക. കിരണിനെ കൊല്ലാനും കിരണിൻ്റെ മരണ വാർത്ത കേൾക്കാനും സരയു വിക്രത്തെ ഫോൺ വിളിച്ചു. ഹലോ വിക്രം, എന്തായ കാര്യങ്ങൾ? കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കും സരയു, ഞാൻ ഇവിടെ കാവൽ നിൽക്കുക. കിരണിൻ്റെ പിറന്നാൾ ആഘോഷം അടിച്ചു പൊളിക്കട്ടെ. അവർ കുറച്ചു നേരം അടിച്ചു പൊളിക്കും. അത് കഴിയുമ്പോൾ കിരൺ മരിച്ചു വീഴും. ചരമദിനവും
പിറന്നാൾ ആഘോഷവും ഒരുമിച്ച്, ചരമദിനവും ജന്മദിനവും ഒരുമിച്ച് വരുന്ന ഒരു ഭാഗ്യവാനായിരിക്കും കിരൺ. എന്തായാലും അതോർത്ത് നമുക്ക് സന്തോഷിക്കാം. അതെ, അവളാണ് നമ്മുടെ ലക്ഷ്യം. അവൾ കരയണം, അവൾ നെഞ്ചത്തടിച്ച് കരയണം. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ഓരോ തകർച്ചയിലും അവൾക്ക് പങ്കുണ്ട്. അതുകൊണ്ട് അവൾ വേണം ഇനി കരയാൻ. വിധവയെപ്പോലെ അവൾ ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുവാണ്. സരയു ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതും ഇതിനേക്കാളും തകർപ്പൻ വിശേഷങ്ങൾ നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു